സ്ത്രീകൾക്കും അതുപോലെ പുരുഷന്മാർക്കും ശരീരമൊക്കെ ഉണ്ട്. എന്ത് കുറേ അങ്ങ് ചെയ്തു വെക്കുക, എന്നിട്ട് പിറ്റേ ദിവസം ഫുള്ള് ഉറക്കം, രാത്രി മുഴുവൻ ഉറക്കമൊഴിച്ച് ഭയങ്കര നിസ്കാരം, അവസാനം ഒരു 3 മണിക്ക് കയറി കടന്ന് സുബഹിയില്ല, ഹലാക്കായി. അല്ലാഹു നമ്മളൊക്കെ സുബഹി മസ്തല്ലേ, അതല്ലേ ഫർദ്. രാത്രി കാര്യമായിട്ട് ഭയങ്കര ഔറാദ് ദിക്ർ റമദാൻ 27 ഉറക്കമൊഴിച്ച് ഭയങ്കര ഇത്, അവസാനം സുബഹി നിസ്കരിക്കാനില്ല, ആചാര്യ വീട്ടിലോട്ട് പോയതാ, ചായ കുടിക്കാൻ പോയതാ, പിന്നെ ആ വകുപ്പിൽ പോയി ഉടക്കണമെന്നൊന്ന് ഉറങ്ങി വെച്ച്. അല്ലാഹു നമ്മളൊക്കെ അത് സംരക്ഷിക്കട്ടെ. ഇങ്ങനെ ആയാൽ പോയില്ലേ. ആദ്യം നമ്മൾ ഇന്ന് എടുത്തു മാറ്റേണ്ടത് സുബഹിക്ക് ശേഷമുള്ള ഉറക്കാണ്. അത് മാറ്റിയാൽ തന്നെ രക്ഷപ്പെടും. അല്ലാഹു തൗഫീഖ് തരട്ടെ. സുബഹി കഴിഞ്ഞ് ഉടനെയുള്ള ഉറക്കം ഈ ഉമ്മത്തിന് ഗുണകരമല്ല. കാരണം ഈ സമുദായം രക്ഷപ്പെടാൻ വേണ്ടി നബിതങ്ങൾ ചെയ്ത ദുആയിൽപ്പെട്ടതാണ് അല്ലാഹുമ്മ ബാരിക് ലി ഉമ്മത്തി ഫി ബുകുരിഹാ, അല്ലാഹു ഈ ഉമ്മത്തിന്റെ പ്രഭാതത്തിൽ ബറക്കത്ത് ചൊരിയണേ എന്ന് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി. സുബഹി കഴിഞ്ഞ് ഉറങ്ങുന്നുണ്ടോ എന്നാ ഉറപ്പിച്ചോ, നമ്മളിലുള്ള ബറക്കത്ത് നീങ്ങിപ്പോകുന്നുണ്ട് എന്ന് മനസ്സിലാക്കണം. അതിന്റെ അർത്ഥം എന്താ? സുബഹി നമസ്കരിക്കാൻ എഴുന്നേൽക്കണം, അതൊന്നാമതായി വേണ്ടതാണ്. നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞുവല്ലോ, മൻ സല്ല സുബ്ഹ ഫഹുവ ഫീ ദിമ്മത്തില്ലാഹ്. ആരെങ്കിലും സുബഹി നമസ്കാരം കൃത്യമാക്കിയോ അല്ലാഹുവിന്റെ ഉത്തരവാദിത്തത്തിലാണ് അവനുള്ളത് എന്ന് നബിയോനാ റസൂലുള്ളാഹി. സുബഹി നമസ്കാരം കൃത്യമാക്കുന്ന ഏതൊരു മുസ്ലിമുണ്ടോ മുസ്ലിമത്തുണ്ടോ അവന്റെ കാര്യം അല്ലാഹു ഏൽക്കുകയാണ്. നിന്റെ ജീവിതത്തിൽ ഒരു പ്രയാസം ഉണ്ടാവില്ല, ഒരു വിഷമമോ ദുഃഖമോ ഉണ്ടാവില്ല. സുബഹി നമസ്കാരം കൃത്യമാക്കണേ ഉമ്മ, സുബഹി നമസ്കാരം ശ്രദ്ധിക്കണേ ചെറുപ്പക്കാരാ സഹോദരാ. കേവലം പ്രായമുള്ള മനുഷ്യൻ മരിക്കാൻ പോകുന്ന വല്യപ്പ അയാൾക്ക് മാത്രമുള്ളതാണ് നിസ്കാരം, അങ്ങനെയല്ല. നമ്മൾ 5 വഖത്ത് ജമാഅത്ത് ശ്രദ്ധിക്കണം, പ്രത്യേകിച്ച് സുബഹി. അല്ലാഹു തൗഫീഖ് തരട്ടെ. സുബഹിയുടെ 2 റക്അത്ത് സുന്നത്ത്, അതിനേക്കാൾ ശ്രേഷ്ഠമായ മറ്റൊരു റവാത്തിബ് സുന്നത്ത് തന്നെ ഇല്ല. ഫർദ് നമസ്കാരങ്ങൾക്ക് മുമ്പും ശേഷമുള്ള സുന്നത്തുകൾ കാണലോ എന്തു പറയാ, റവാത്തിബ് സുന്നത്ത്. ഏറ്റവും ശ്രേഷ്ഠമായ സുന്നത്ത് നമസ്കാരമാണ് ഇത്, റവാത്തിബിൽ സുബഹിയുടെ സുന്നത്ത് നമസ്കാരം. അതെപ്പോഴാ? ബാങ്ക് വിളിച്ച ഉടനെ സുബഹിയുടെ ഫർദിന് മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത്. നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, മൻ സല്ല സുബ്ഹ, മൻ സല്ല സുന്നത്തൈ സുബ്ഹി ബിഅലം അലം ലം യജിദുഹു ഫീ ദാലികൽ യൗമി അലമുൻ. ആരെങ്കിലും സുബഹിയുടെ സുന്നത്ത് നമസ്കാരം അലം നശ്റഹ് എന്ന സൂറത്തിലൂടെയും ഖുൽ യാ അയ്യുൽ കാഫിറൂൻ എന്ന സൂറത്ത് തുടക്കത്തിലോതുകയും 2ാമത്തെ റക്അത്തിൽ അലം തറ കൈഫയും സൂറത്തുൽ ഇഖ്ലാസും അഥവാ ഖുൽ ഹുവല്ലാഹു അഹദ് മോദി നിസ്കരിച്ചോ, ലം യജിദുഹു ഫീ ദാലികൽ യൗമി അലമുൻ. അന്നത്തെ ദിവസം ഒരു വിഷമമോ ദുഃഖമോ പ്രയാസമോ ഒരു വേദനാജനകമായ വാർത്തയോ കേൾക്കേണ്ടി വരില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഇതൊക്കെ മുജറബാണ്, ഉലമാക്കൾ പരിശീലിച്ചറിഞ്ഞിട്ടുള്ള വിഷയമാണ് ഈ പറഞ്ഞത്. എന്ത് വേണം? സുബഹിയുടെ സുന്നത്ത് നിസ്കരിക്കണം ഫർദിന് മുമ്പ്. എന്നിട്ട് ഏതൊക്കെ സൂറത്ത് ഓതണം? 1ാമത്തെ റക്അത്ത് ഫാത്തിഹ, അലം നശ്റഹ്, ഖുൽ യാ അയ്യുൽ കാഫിറൂൻ. 2ാമത്തേതിൽ അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ, ഖുൽ ഹുവല്ലാഹു അഹദ്. അങ്ങനെ ഓതിയോ നിസ്കരിച്ചു നോക്കിക്കേ. അങ്ങനെ നിസ്കരിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു വ്യക്തി ഉണ്ടെങ്കിൽ, ഉമ്മയുണ്ടെങ്കിൽ ഉപ്പയുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കോ, ഒരു പ്രയാസവും അല്ലാഹു തരൂല. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇത് സുബഹി തന്നെ ഇല്ല, അങ്ങനത്തെ അവനോട് പറഞ്ഞിട്ട് കാര്യമില്ല. സുബഹി വേണം, അതിനു മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് വേണം. ആ സുന്നത്ത് നിസ്കാരത്തിൽ ഓതേണ്ട സൂറത്താണ് ഇപ്പോൾ ഈ പറഞ്ഞത്. 1ാമത്തേതിൽ അലം നശ്റഹ് സൂറത്ത്, ശേഷം അതിനോട് ചേർന്ന് തന്നെ എന്തുകൂടി, ഖുൽ യാ അയ്യുൽ കാഫിറൂൻ. 2ാമത്തേതിൽ അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ, അതിനോടൊപ്പം സൂറത്തുൽ ഇഖ്ലാസ്, ഖുൽ ഹുവല്ലാഹു അഹദ്. ഈ സൂറത്തൊക്കെ നമുക്ക് അറിയാവുന്നതാണ്, ഇത് കൊണ്ടുവന്നാൽ മതി. അതാണ് ഹദീസ്. മൻ സല്ല സുന്നത്തി സുബ്ഹി ബി അലം അലം, അലം അലം എന്ന് തുടങ്ങുന്ന സൂറത്ത് ആരെങ്കിലും തുടങ്ങി നമസ്കരിച്ചാൽ അതാണ് അലം നശ്റഹ്, അലം തറ കൈഫ. അങ്ങനെ നിസ്കരിച്ചാൽ ലം യജിദുഹു ഫീ ദാലികൽ യൗമി അലമുൻ, അന്നത്തെ ദിവസം ഒരു വേദനയോ ബുദ്ധിമുട്ടോ ഒരു പ്രയാസവും ഉണ്ടാവില്ല. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇതൊക്കെ മുടങ്ങാതെ പിടിക്കേണ്ട അമലുകളാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ബറക്കത്ത് കെട്ടവനായിരിക്കണമെങ്കിലേ സുബഹിക്ക് ശേഷമുറങ്ങ് പരമസുഖത്തിലേ.
ബറക്കത്ത് കെട്ടവനായിരിക്കണമെങ്കിലേ സുബഹിക്ക് ശേഷമുറങ്ങ് പരമസുഖത്തിലേ. ജീവിതത്തിൽ ഒരു ബറക്കത്തും വേണ്ട എന്ന് ആഗ്രഹിക്കുന്നവരാരെങ്കിലും ഉണ്ടോ? ഇല്ല. എല്ലാവർക്കും വേണ്ടതെന്താ? ബറക്കത്താണ്. ബറക്കത്തില്ലാത്ത ജീവിതമായിരിക്കും സുബഹി കഴിഞ്ഞ് ഉറങ്ങുന്നവന്. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ഇന്നിപ്പോ ഉമ്മമാരും ഉപ്പമാരും ഒക്കെ പലരും ദുആ വസിയത്ത് പറയുന്നതാണ്, മക്കൾക്ക് ഖൈറായ ജോലിയില്ല, നല്ലൊരു ഇണയെ കിട്ടുന്നില്ല, തുണയെ കിട്ടുന്നില്ല. കാരണം എന്താ? സുബഹിയുടെ സമയത്ത് കിടന്ന് ഉറക്കാണ്. എങ്ങനെ തുണയെ കിട്ടും? അള്ളാഹു നമ്മളെ സാലിഹീങ്ങൾ ചേർക്കട്ടെ. അതുകൊണ്ട് നല്ല വിദ്യാഭ്യാസമുള്ള ആളുകൾക്ക് പോലും നല്ല ജോലി തന്നെ കിട്ടുന്നില്ല. പലരും പറയൂല, അവന് അനുയോജ്യമായ ഒരു ജോലിയല്ല ഉസ്താദ് ഇപ്പൊ പോകുന്നത്, അത്രയും പഠിച്ചിട്ട് അവന് പറ്റിയതൊരു ജോലിയല്ല. അപ്പൊ അത് നമുക്ക് അനുയോജ്യമായ വിദ്യാഭ്യാസവും അനുയോജ്യമായ ജോലിയും ഒക്കെ ലഭിക്കണമെങ്കിൽ സുബഹിക്ക് ശേഷം ഉറങ്ങാൻ പാടില്ല. ആ സമയത്ത് നല്ല ഉണർന്നിരിക്കണം, ഉണർന്നിരുന്ന് ദിക്റിലാക്കണം. ഞാൻ ചോദിക്കട്ടെ, നമുക്ക് ആർക്കെങ്കിലും അങ്ങനെ ഒരു സമയത്തെ അടയാളപ്പെടുത്താനുണ്ടോ? വയസ്സ് 30, 40, 50, 60, 70 ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കാൻ പ്രായമേറെയുള്ള ഉമ്മമാരും ഉപ്പമാരും ഒക്കെ ഈ മജ്‌ലിസിലുണ്ട്. ഒന്ന് ചിന്തിക്കാൻ, മരണം എന്തായാലും ഉറപ്പാണ്, മരിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. നമ്മളിങ്ങനെ വെറുതെ ജീവിച്ച് രാവിലെ എഴുന്നേക്കുന്നു, വൈകിട്ട് ഉറങ്ങുന്നു, ഇങ്ങനെ പോകുന്നതല്ലാതെ അള്ളാഹുവിന് ഇബാദത്ത് എടുക്കാൻ വേണ്ടി മനസ്സ് വെച്ച് നമ്മൾ ചെയ്യാൻ തയ്യാറുണ്ടോ? ചിന്തിക്കും. ഒളു എടുക്കുന്നത് ഏതൊക്കെ നിയ്യത്ത് വെച്ചിട്ടാണ്? എന്തെങ്കിലും ശ്രദ്ധ വെക്കുന്നുണ്ടോ? മനുഷ്യൻ ഒളു എടുക്കുമ്പോൾ അവന്റെ കൈ കഴുകുമ്പോൾ ആ കൈ കഴുകലിലൂടെ തന്നെ പാപങ്ങൾ പൊറുക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ആ കൈ കൊണ്ട് ചെയ്തിട്ടുള്ള പാപങ്ങൾ പൊറുക്കും. മുഖം കഴുകുമ്പോൾ മുഖം കഴുകുന്ന ആ ഭാഗത്തിലൂടെ മുഖം കൊണ്ട് ചെയ്തിട്ടുള്ള എല്ലാ തെറ്റുകളും പൊറുക്കും. ഹദീസാണ് ഇതൊക്കെ, വെറുതെ പറയല്ല. കൈകൾ കഴുകുമ്പോൾ ആ കൈകൾ കൊണ്ട് ചെയ്തിട്ടുള്ള പാപങ്ങൾ പൊറുക്കും. കാല് കഴുകുമ്പോൾ കാലിലൂടെ നടന്നുകൊണ്ട് ഏതെല്ലാം തിന്മയിലേക്ക് പോയിട്ടുണ്ടോ അതൊക്കെ പൊറുക്കും. ഇതൊക്കെ ഈ നിയ്യത്തിൽ ചെയ്യണം, വെറുതെ അങ്ങ് ചെയ്തു വിട്ടാൽ പോരാ. ഇതൊരു നിയ്യത്തുമില്ല, വെറുതെ ഇങ്ങനെ ഒളു എടുക്കുന്നു. കണങ്കാല് കഴുകിയിട്ടുണ്ടോ വൃത്തിയായിട്ട് ശ്രദ്ധിക്കുന്നില്ല, തല തടവിയിട്ടുണ്ടോ, ചെവി തടവിയിട്ടുണ്ടോ, മുഖം കൃത്യമായി അടയാളപ്പെടുത്തി കഴുകിയിട്ടുണ്ടോ, കൈ നല്ലതുപോലെ കയറ്റി കഴുകിയിട്ടുണ്ടോ, ഒന്നും ശ്രദ്ധയില്ല, വെറുതെ പോയി നിസ്കരിക്കാൻ. നിയ്യത്ത് തന്നെ ഇല്ലാത്ത നമസ്കാരം, ഇഖ്ലാസ് ഇല്ലാത്ത നമസ്കാരം, എങ്ങനെ നമ്മൾ രക്ഷപ്പെടും? അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. ഇതിലൊന്നും ഒരു ഖുശൂഇല്ല, ഭയഭക്തിയില്ല. യഥാർത്ഥ സൂഫിസ ലോകം നമ്മുടെ മുന്നിൽ തുറക്കണമെങ്കിൽ, നമുക്കൊരല്പം ദീനിലേക്ക് ആവേശം കൂട്ടണമെങ്കിൽ മനസ്സിലേക്ക് ഖുശൂ കൊണ്ടുവരാൻ കഴിയണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. റബ്ബിന്റെ മുന്നിലാണ് നമസ്കരിക്കുന്നത് എന്നുള്ള ചിന്ത നമുക്ക് വരണം. അല്ലാഹ് കാണുന്നുണ്ട് എൻ്റെ നമസ്കാരം, എൻ്റെ ഈ വുളൂ ചെയ്യൽ, എൻ്റെ നമസ്കാരം, എൻ്റെ ഇബാദത്തുകൾ അല്ലാഹുവും റസൂലും വീക്ഷിക്കുന്നുണ്ട് എന്ന ചിന്ത മനസ്സിൽ വന്നാൽ ഒക്കെ റെഡിയാവും. ഈ ചിന്തയാണ് ഒന്നാമതായി കൊണ്ടുവരേണ്ടത്. അത് വരുമ്പോഴേ റെഡിയാവുള്ളൂ, അപ്പോഴേ നമുക്ക് ആ ഇഖ്ലാസ് വരുള്ളൂ. അങ്ങനെയാണല്ലോ, 10 പേര് കാണുന്നുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ നമ്മൾ തെറ്റുകളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കും. ഒരാളിങ്ങനെ പോക്കറ്റടിച്ച് പൈസ ഇങ്ങനെ എടുക്കാൻ വേണ്ടി തുനിയുമ്പോൾ ഉണ്ട് CCTV ക്യാമറ അവിടെ കാണുകയാണ്. അപ്പോൾ അയാൾ പതുക്കെ എന്ത് ചെയ്യും? ആ പേഴ്സ് താഴെ ഇട്ടിട്ട് അയാളെ വിളിച്ചിട്ട് പറയുന്നത് പേഴ്സ് താഴെ കിടക്കുമെന്ന് പറയും. കാരണം എന്താ? ഈ സംഭവം കണ്ടു പിടിച്ചു എന്നുള്ള മനസ്സിലാകും. ഏറ്റവും വലിയ ക്യാമറയാണ് അള്ളാഹുവാണ്. ഇന്ന റബ്ബക ലബിൽ മിർസാദ്. അള്ളാഹു നിങ്ങളെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. ഭയങ്കര നിരീക്ഷണമാണ് അള്ളാഹു നടത്തിക്കൊണ്ടിരിക്കുന്നത്, വലിയ നിരീക്ഷണം. റബ്ബിന്റെ ക്യാമറ വെട്ടിച്ചൊന്നും ചെയ്യാൻ പറ്റൂല. അതിനെ വലത്തും ഇടത്തും അള്ളാഹു 2 മലക്കുകളെ നിർത്തിയിരിക്കുകയാണ്. ഇദ് യതലഖൽ മുതലഖിയാൻ അനിൽ യമീനി വഅനിശ് ശിമാലി ഖഈദ് മാ യൽഫിദു മിൻ ഖൗൽ മാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. മനുഷ്യ മാനവാ, നീ ചെയ്തുകൊണ്ടിരിക്കുന്ന ഏതെല്ലാം നന്മകളുണ്ടോ തിന്മകളുണ്ടോ നീ വാഗൊണ്ട് ഉച്ചരിക്കുമ്പോൾ തന്നെ അതിതാ രേഖപ്പെടുത്താൻ മലക്കുകളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സദാസമയവും നിന്നെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. അതിന് പുറകെ വ്യക്തമായി ക്യാമറ എന്ന മലക്കുകളെ നിന്റെ ശരീരത്തിൽ തന്നെ ഘടിപ്പിച്ചിരിക്കുന്നു. നീ ലോകത്തിന്റെ ഏതെല്ലാം തലങ്ങളിലേക്ക് പോയാൽ
പോയാലും ഏതെല്ലാം സ്ഥലത്തേക്ക് പോയാലും നിന്നിൽ നിക്ഷിപ്തമാണ് ആ മലക്കുകൾ. അവർ നിന്റെ ചെയ്തികളെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. മായൽഫിളു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. എന്തെല്ലാം ചെയ്താലും എന്തെല്ലാം പറഞ്ഞാലും ഒക്കെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആളുകൾ ഇങ്ങനെ സജ്ജരാൻ. അപ്പൊ എന്തുകൊണ്ട് നമുക്ക് കുറച്ച് ദിക്ർ ചൊല്ലിക്കൂടാ? നമുക്കൊരു സമയം കണ്ടെത്തണം. ഇത്രയും കാലം കളിച്ചു കുതിര കളിച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്നു. ഇനി അത് പറ്റൂല. ഇനി നിസ്കാരം കറക്റ്റ് ആക്കണം. കാരണം കാലം അങ്ങനത്തെ കാലമാണ്. ഇപ്പൊ നമ്മൾ പിടിച്ചില്ലെങ്കിൽ പോയി നമ്മുടെ കയ്യിൽ നിന്ന് പോകും. മൊബൈൽ തുറന്നാൽ അശ്ലീലതയാണ്. കണ്ടുകൊണ്ടിരിക്കാൻ രസമാണ്. ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം ഇങ്ങനെ പോകും. ഓരോന്ന് സമയങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. മൊബൈൽ ഒന്ന് തുറന്നു, യൂട്യൂബ് തുറന്നു, അപ്പുറത്ത് ഇൻസ്റ്റഗ്രാം തുറന്നു, ഫേസ്ബുക്ക് തുറന്നു. ഇതെല്ലാം കണ്ട് തീർത്ത് അവസാനം കണ്ണിൽ ഉറക്കം വരുമ്പോൾ ഫോൺ അവിടെ നിലത്തിട്ട് അങ്ങനെ ഉറങ്ങണം. അതാണ് ഇന്നത്തെ ഒരു ജനറേഷൻ. അല്ലാതെ ഒരു 10 മിനിറ്റ് ഖുർആൻ ഓതാൻ ഇതേ മൊബൈലിൽ ആപ്പ് സ്റ്റോർ വഴിയും പ്ലേ സ്റ്റോർ വഴിയും ഫ്രീ ആയിട്ട് അല്പം നെറ്റ് ഉണ്ടായാൽ മതി, ഡൗൺലോഡ് ചെയ്യാൻ ഖുർആൻ. ഏതെങ്കിലും ചെറുപ്പക്കാർ തയ്യാറുണ്ടോ? ഏതെങ്കിലും ചെറുപ്പക്കാരികൾ തയ്യാറുണ്ടോ? മൊബൈലിൽ ഇനി നോക്കുന്നു കണ്ടാൽ മൊബൈലിൽ തന്നെ ഖുർആൻ അപ്ലോഡ് ചെയ്യാൻ പറ്റും. കുറ്റമറ്റ രീതിക്ക് ഓതാനും പറ്റും. പക്ഷെ മൊബൈലിലെ ഖുർആൻ യഥാർത്ഥ ഖുർആൻ അല്ല. അതങ്ങനെയുണ്ട്. മസല കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, കണ്ണാടിയിലുള്ളതാകുന്ന നീ യഥാർത്ഥ നീയല്ല. ഇതുപോലെ നമ്മളിങ്ങനെ കണ്ണാടി നോക്കാൻ, ആ കണ്ണാടിയിൽ നമ്മുടെ പ്രതിബിംബം കാണും. ആ കണ്ണാടിക്കുള്ളിൽ ഒരു വ്യക്തിയെ കാണുന്നുണ്ട്. അത് യഥാർത്ഥ ഞാനാണോ? അല്ല, വേറൊരാളാണ് എന്നതുപോലെയാണ് മൊബൈലിലെ ഖുർആൻ. അതുകൊണ്ടാണ് അതുമായിട്ട് എവിടെ പോകാം, ടോയ്ലറ്റിൽ പോകാമെന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. വാഷ്റൂമിൽ പോകുന്നതിന് തെറ്റില്ല. കാരണം എന്തുകൊണ്ട്? അത് കണ്ണാടിയിലുള്ള പ്രതിബിംബം കാണുന്നത് പോലെ ആ കണ്ണാടിയിലൂടെ നിന്നെ കാണുന്നുണ്ട്. ആ കണ്ണാടിക്കുള്ളിൽ കാണുന്ന നീ യഥാർത്ഥ നീയാണോ? അല്ല. അതേപോലെയാണ് മസ്അല എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ലത് മുസാഫ് എടുത്ത് വെച്ച് ഓതലാണ്. ഒതുവെടുത്ത് കിബിലയ്ക്ക് മുസാഫ് എടുക്കുക. ഇന്നിപ്പോൾ മുസാഫിൽ എല്ലാവരും മൊബൈലുമ്മേലാണ്. ഞാൻ പറഞ്ഞത് മൊബൈൽ കൂടുതലായിട്ട് നോക്കാൻ ഇഷ്ടപ്പെടുന്നവർ എങ്കിൽ ആ നോക്കുന്ന മൊബൈലിലെങ്കിലും എന്ത് ചെയ്യാം? ആപ്പ് സ്റ്റോർ വഴിയും പ്ലേ സ്റ്റോർ വഴിയൊക്കെ സുഖമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നല്ലതുപോലെ ഡൗൺലോഡ് ചെയ്ത് വെച്ച് സുഖമായിട്ട് മൊബൈൽ ഉപയോഗിക്കാൻ പറ്റും, ഖുർആൻ ഓതാൻ പറ്റും. പക്ഷെ തയ്യാറുണ്ടോന്നാണ്. യാത്ര ചെയ്യുന്ന വേളയിൽ നിനക്ക് മുസാഫ് കൊണ്ടുപോകൽ പ്രയാസമാണെങ്കിൽ, അത് അതിൻ്റെതായ ഹുർമത്ത് പാലിച്ച് സൂക്ഷിക്കൽ ബുദ്ധിമുട്ടാണെങ്കിൽ നീ ഒരു മൊബൈലിനകത്ത് ആപ്പിൽ കയറ്റിക്കോളി, റാഹത്തായിട്ട്. എന്നിട്ട് ആ മൊബൈലിനകത്ത് വെച്ചോട്ട് ഓത് ഖത്മ് തീർക്കാമല്ലോ യാത്രാവേളയിൽ. എത്ര പേര് ചെയ്യുന്നുണ്ട്? ഇപ്പൊ നമ്മൾ പ്രവാസികളായ ആളുകൾ കാണുന്ന ഒരു നന്മയാണ്, വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ അവർ ഖുർആനിൽ നല്ല ഖുർആൻ കേട്ടുകൊണ്ടിരിക്കും ധാരാളം. അതൊക്കെ വളരെ വലിയ നന്മകളാണ്. നമ്മുടെ നാട്ടിലൊക്കെ വളരെ കുറവാണത്. നമ്മുടെ നാട്ടിൽ ഒരു വണ്ടി എടുത്താൽ ആദ്യം ചെയ്യുന്നത് നല്ല DJ സിസ്റ്റം കേട്ടിട്ട് നല്ല സിനിമാ പാട്ടിട്ട് ദം ചെയ്യുക എന്നുള്ളതാണ്. ദം ബിരിയാണി. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അല്ലാഹു നമ്മളെ സാലിഹീങ്ങളെ ചേർക്കട്ടെ.